ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. എല്ലാവർക്കും നമ്മളുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് ഒരു പരീക്ഷണ വീഡിയോ ആയിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ആദ്യമായിട്ടൊരു കാര്യം ചെയ്യുമ്പോൾ നമ്മൾ പറയുക അത് വിജയിക്കുമല്ലോ എന്ന് അറിയില്ലല്ലോ. അപ്പോൾ നമ്മൾ പരീക്ഷണം എന്നല്ല പറയുക. അപ്പോൾ അങ്ങനെ ഒരു പരീക്ഷണ വീഡിയോ ആണ് കേട്ടോ ഇന്ന് വന്നിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം കേട്ടോ. ഹാഫാണ് കേട്ടോ. നമ്മൾ കുറച്ച് വിജയിച്ചു, അതുപോലെ തന്നെ കുറച്ച് ഫ്ലോപ്പായിട്ടുമുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ പിറകിൽ കിടക്കുന്നതാണ് ഇന്നത്തെ വീഡിയോയുടെ ആ ഒരു ഉള്ളടക്കം. കണ്ടല്ലേ ഈ ഒരു സാരി, ഇതിൽ ഞാനിന്ന് കളറ് മുക്കിയായിരുന്നു, ഡൈ ചെയ്തായിരുന്നു. അപ്പോൾ ആ ഒരു വീഡിയോ ആണ് കേട്ടോ ഇന്നത് കാണിക്കുന്നത്. അപ്പോൾ ഇത് ഏകദേശം ഒരു 10 വർഷം പഴക്കമുള്ള ഒരു സാരിയാണ്. പഴക്കം എന്ന് വെച്ചാൽ ഉടുത്ത് പഴക്കമല്ല, എടുത്തിട്ടുള്ള പഴക്കമാണ് കേട്ടോ. 10 വർഷങ്ങൾക്ക് മുന്നേ ആങ്ങളുടെ കല്യാണത്തിന് തലേ ദിവസം ഉടുക്കാനായിട്ട് എടുത്തതാണ്. അന്ന് മാത്രമാണ് ഉടുത്തിട്ടുള്ളൂ, പിന്നെ ഉടുത്തിട്ടില്ല. അന്ന് കഴുകി അങ്ങനെ കൂട്ടി വെച്ചതാണ്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇതിൻ്റെ മുകളിൽ എന്തെങ്കിലുമൊക്കെ ചെയ്യാം. ഇതൊരു പ്ലെയിൻ ആയിട്ടുള്ളൊരു സെറ്റ് സാരി ആയിരുന്നു. തലയുടെ ഭാഗത്ത് മാത്രമായിരുന്നു ഒരു ചെറിയൊരു കളർ ഉണ്ടായിരുന്നത്. അപ്പോൾ അതിൽ എന്തെങ്കിലുമൊക്കെ ചെയ്യാമെന്ന് വിചാരിച്ചിട്ടിരിക്കുമ്പോഴാണ് നമ്മളിങ്ങനെ ഡൈ ചെയ്യുന്ന വീഡിയോ കണ്ടത്. അപ്പോൾ അതൊന്ന് പരീക്ഷിച്ച് നോക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ആ ഒരു വീഡിയോ ആണ് കേട്ടോ ഞാൻ കാണിക്കാനായിട്ട് പോണത്. ഒന്ന് വരും നമ്മൾ പരീക്ഷണം ഒന്ന് കണ്ടു നോക്കാം. അപ്പോൾ ഈ ഒരു സാരിയിലാണ് കേട്ടോ നമ്മൾ ഈ ഒരു പരീക്ഷണം നടത്താനായിട്ട് പോണത്. അപ്പോൾ ഈ ഒരു സാരിയുടെ ഈ ഒരു ഭാഗത്ത് മാത്രം, അതായത് തലഭാഗത്ത് മാത്രമാണ് ഈ ഒരു പച്ച കളറുള്ളത്. ബാക്കിയുള്ള സ്ഥലങ്ങളൊക്കെ പ്ലെയിൻ ആയിട്ടാണ് ഇരിക്കുന്നത്. അപ്പോൾ ഈ ഒരു സാരിക്ക് യാതൊരു കുഴപ്പമില്ല കേട്ടോ. അതായത് പൊട്ടലോ കീറലോ ചെളിയാവലോ കരിമ്പന പിടിക്കലോ അങ്ങനെ യാതൊരു കംപ്ലൈൻറ്റും ഇല്ല. നല്ല പുത്തൻ പുതിയതുപോലെയാണ് ഇരിക്കുന്നത്. അപ്പോൾ ഞാൻ സാധാരണയായിട്ട് ഇങ്ങനെ സാരിയൊക്കെ ഉപയോഗിക്കൽ വളരെ കുറവാണ് കേട്ടോ. അപ്പോൾ വല്ല കല്യാണവും കാര്യങ്ങളൊക്കെ ഉണ്ടാകുമ്പോഴാണ് ആദ്യം സാരിയൊക്കെ കൊടുത്തിരുന്നത്. ഇപ്പോൾ അതുമില്ല. പെട്ടെന്ന് ഏറ്റവും വലിയ സ്ഥലത്തേക്കൊക്കെ പോകണമെന്ന് വെച്ചെങ്കിലും ചുരിദാറാണ് വലിച്ചു കയറ്റി ഇടാറുള്ളത്, അതാണ് എളുപ്പം. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മുടെ അലമാരയിൽ കുറേ സാരികൾ ഇരിക്കുന്നുണ്ട്. ഒരു പ്രാവശ്യമൊക്കെ കൊടുത്തിട്ട് അങ്ങനെ ഇരിക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ഉടുക്കാൻ നോക്കിയിട്ടുണ്ടെങ്കിൽ എനിക്ക് ബ്ലൗസും കൊള്ളില്ല കേട്ടോ. അതുകൊണ്ട് സാരി ഉടുക്കൽ വളരെ കുറവാണ്. അപ്പം ഞാൻ വിചാരിച്ചു ഈ ഒരു സാരിയിൽ നമുക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് ആദ്യം കുറേ എന്താ പറയുക ചിത്രങ്ങളൊക്കെ വരയ്ക്കാം, ഫാബ്രിക് പെയിൻ്റ് കൊണ്ട് ചിത്രങ്ങളൊക്കെ വരച്ച് അടിപൊളിയാക്കാം എന്നാണ് വിചാരിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോഴാണ് ഈ ഒരു വീഡിയോ കണ്ണിൽ പെട്ടത്. അപ്പോൾ ഞാൻ എന്നാൽ ഡൈ ചെയ്യാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ ഞാൻ ഇതിൻ്റെ ആദ്യം വിചാരിച്ചത് ഒരു ധാവണി പോലെ നമുക്ക് ആ ഒരു കളർ കൊടുക്കാം എന്നാണ് കേട്ടോ. പിന്നെ വിചാരിച്ചു ആദ്യമായിട്ട് ചെയ്യുമ്പോൾ ചിലപ്പോൾ പണി പാളിയാലോ എന്ന് വിചാരിച്ചിട്ട് ഈ ഒരു സാരിയുടെ അടിഭാഗത്ത് അങ്ങനെ ഒരു കെട്ടിട്ടൊക്കെ കൊടുത്തു. അപ്പോൾ ആ ഒരു ഭാഗത്ത് മാത്രം നമുക്ക് ഈ ഒരു കളറ് മുക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് സാരിയൊക്കെ നന്നായിട്ട് പ്ലീറ്റൊക്കെ എടുത്തിട്ട് നമ്മൾ നൂലുകൊണ്ട് നല്ലപോലെ ഒന്ന് കെട്ടിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ സാരിയിൽ ഒരു പച്ച കളറുള്ളത് കൊണ്ട് തന്നെ ആ ഒരു ഭാഗത്തൊക്കെ ഇതുപോലെ തന്നെ പച്ച കളർ കൊടുക്കാം എന്നാണ് ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നത്. അതിന് വേണ്ടിയിട്ട് നമ്മളിതാ ഡൈ പൗഡറൊക്കെ ഓർഡർ ചെയ്തു. നമ്മൾ മീഷോയിൽ നിന്നാണ് ഓർഡർ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഒരു 4 പാക്കറ്റ് ഉണ്ടായിരുന്നു. അതായത് 4 തരം കളർ ഉണ്ടായിരുന്നു കേട്ടോ. നമുക്ക് ഓറഞ്ചും വയലറ്റ്, റോസ്, അതുപോലെ പച്ച എന്ന് പറഞ്ഞപ്പോൾ ഈ ഒരു പച്ച അല്ല കേട്ടോ നമുക്ക് കിട്ടിയത്. ഒരു ലൈറ്റ് നീല കളറാണ് ഉണ്ടായിരുന്നത്. അത് മുക്കി വന്നപ്പോഴാണ് നമുക്ക് ആ ഒരു കളറാണെന്ന് മനസ്സിലായത്. അപ്പോൾ ഇതിൽ 4 കളറും അതിൻ്റെ കൂടെ തന്നെ ഡൈ ഫിക്സറും ഉണ്ടായിരുന്നു കേട്ടോ. ഈ ഒരു വെള്ള പാക്കറ്റിൽ കാണുന്നതാണ് ഡൈ ഫിക്സർ. ആദ്യം നമ്മൾ ഡൈയിൽ മുക്കിയതിന് ശേഷം ഒരു 10-15 മിനിറ്റ് ആ ഒരു ഡൈ ഫിക്സറിൽ മുക്കി വെക്കണം കേട്ടോ, കളറ് പോവാതിരിക്കാനായിട്ട്. അപ്പോൾ ആദ്യം നമ്മളിതാ കുറച്ച് വെള്ളം നന്നായി തിളപ്പിച്ചെടുക്കുന്നുണ്ട് കേട്ടോ. ഈ ഒരു കളറ് മുക്കേണ്ട ഭാഗം ഒന്ന് മുക്കി വെക്കാനായിട്ട് വെള്ളം നല്ലപോലെ തിളപ്പിച്ചെടുക്കുന്നുണ്ട്. പിന്നീട് നമ്മൾ ഒരു പിടി കല്ലുപ്പ് ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുത്തിട്ട് അതിൽ നമ്മൾ ചൂടാക്കിയിട്ടുള്ള വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നമ്മുടെ ആ ഒരു മുക്കാൻ ഉദ്ദേശിക്കുന്ന ആ ഒരു കളറുണ്ടല്ലോ അത് നമ്മൾ അതിലേക്ക് പൊട്ടിച്ചിട്ടിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കുകയാണ് വേണ്ടത് കേട്ടോ. അപ്പോൾ നമ്മളിതിൽ കല്ലുപ്പ് ചേർക്കുന്നത് നമ്മളുടെ ഈ ഒരു കളർ ഇളകി പോവാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. ഇതിൽ നമുക്ക് വിനാഗിരി ഉണ്ടെച്ചെങ്കിൽ 2 മൂടി വിനാഗിരിയും കൂടി ഒഴിച്ചു കൊടുക്കാം കേട്ടോ. പിന്നെ നമ്മൾ ആദ്യം ഈ ഒരു പച്ചവെള്ളത്തിൽ നമ്മൾ കളറ് മുക്കാൻ ഉപയോഗിക്കുന്ന ആ ഒരു ഭാഗം ഉണ്ടല്ലോ അതൊന്ന് മുക്കിയെടുത്ത് പിഴിഞ്ഞെടുക്കണം കേട്ടോ. അതിന് ശേഷമാണ് നമ്മൾ ഈ ഒരു കളറിലേക്ക് മുക്കി വയ്ക്കുന്നത്. അപ്പോൾ ഒരു 10-15 മിനിറ്റൊക്കെ അവിടെ അങ്ങനെ അതിൽ വെക്കണം കേട്ടോ കളർ പിടിക്കാനായിട്ട്. അപ്പോൾ എനിക്ക് എന്താ പറയുക കയ്യിൽ ക്യാമറയും ഉണ്ട്, ഈ ഒരു തുണിയും പിടിക്കണം. അതുകൊണ്ട് തന്നെ ഞാൻ അധികം നേരമൊന്നും ഈ ഒരു ഇതിൽ പിടിച്ചില്ല കേട്ടോ. പിന്നെയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ ഒരു ബക്കറ്റിൻ്റെ സൈഡിലൊക്കെ കണ്ടില്ലേ ആ ഒരു കളർ ജോബിനെ പോയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഞാൻ ഈ പിടിക്കുന്ന സമയത്തേ സാരിയുടെ അവിടെ ഇവിടെയൊക്കെ പിടിക്കുന്നുണ്ടോ എന്നൊരു സംശയം. അതുമാത്രമല്ല ഈ ഒരു കളറ് മുകളിലോട്ട് ഇങ്ങനെ കയറി വരണ പോലെ എനിക്ക് തോന്നിയത് കൊണ്ട് തന്നെ ഞാൻ അധികം നേരമൊന്നും വെച്ചില്ല കേട്ടോ.
അപ്പോൾ ഈ ഒരു കളറിൽ നിന്ന് എടുത്തതിന് ശേഷം പിന്നീട് നമ്മൾ കുറച്ച് വെള്ളത്തിൽ ഡൈ ഫിക്സർ പൊട്ടിച്ചൊഴിച്ചതിന് ശേഷം നല്ലപോലെ മിക്സ് ചെയ്തിട്ട് അതിലും കുറച്ച് നേരം മുക്കി വെക്കണം കേട്ടോ. എന്നാലാണ് കളർ ഇളകി പോവാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അതിലും കുറച്ച് നേരം വെച്ചതിന് ശേഷം എനിക്ക് പിന്നെ അത് കാണാനായിട്ടൊരു ആകാംക്ഷ ആയതുകൊണ്ടാണ് ഞാൻ വേഗം എടുത്തു. അപ്പോൾ അത് ഞാൻ വേഗം തന്നെ എടുത്തു. അതിന് ശേഷം നല്ലൊരു വെള്ളത്തിൽ ഒന്ന് പിഴിഞ്ഞെടുത്തിട്ട് ഒരു കയറൊക്കെ പൊട്ടിച്ചിട്ട് ഞാനിതാ മുകളിൽ ഇതൊന്ന് ഉണങ്ങാൻ വേണ്ടിയിട്ട് കൊണ്ടിടുകയാണ് കേട്ടോ. അപ്പോൾ ഒരു തണലത്ത് ഉണക്കുന്നതാണ് കേട്ടോ നല്ലത്. അപ്പോൾ ടെറസിൻ്റെ മുകളിലാണ് ഇപ്പോൾ കൊണ്ടിടുന്നത്. അപ്പോൾ ഒറ്റയ്ക്കായതുകൊണ്ട് ചൊവ്വനെ അവിടെ ഇവിടെയൊക്കെ കളർ പിടിക്കുമെന്നൊരു പേടിയുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാനിതിങ്ങനെ സാരി നല്ലപോലെ ഒന്ന് വിരിച്ചിട്ടിട്ട് ഉണക്കിയെടുക്കുകയാണ് കേട്ടോ. സാരി അതിൽ മുക്കിയതിന് ശേഷമാണ് കേട്ടോ നമ്മുടെ കളർ ഇതെല്ലാം മാറിപ്പോയി എന്നുള്ളത് മനസ്സിലാവണത്. അപ്പോൾ ഈ ഒരു പാക്കറ്റിൻ്റെ മുകളിൽ ഗ്രീനൊക്കെ എഴുതിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഈ ഒരു കളറാണ് നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇതിന് നമ്മൾ മീഷോയിലൊക്കെ നമുക്ക് സെർച്ച് ചെയ്താൽ മതി. ഓരോ കോംബോ ഓഫറൊക്കെ ആയിട്ട് നമുക്ക് ഈ ഒരു ഡൈ പൗഡർ കിട്ടും. അധികം റേറ്റൊന്നും ഇല്ല കേട്ടോ, പല റേറ്റിൻ്റെ ഉണ്ട്. ഞങ്ങളിപ്പോൾ 100 ചില്ലറയുടെയാണ് ഇപ്പോൾ ഈ ഒരു പൗഡർ വാങ്ങിയിട്ടുള്ളത്. പിന്നെ ചേട്ടനും ബാക്കിയുള്ള പൗഡർ ഷർട്ടിലൊക്കെ മുക്കാനും ഒക്കെ വേണ്ടിയിട്ട് എടുത്തു. അതുപോലെ തന്നെ ലച്ചുവിൻ്റെ ഒരു വെള്ള ഉടുപ്പുണ്ടായിരുന്നു, അതിന് ഞങ്ങൾ മുക്കിയിട്ട് വേറൊരു വയലറ്റ് കളറൊക്കെ ആക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഈ ഒരു കളറ് നമ്മൾ മുക്കണ സമയത്തേ നമുക്ക് ഏതൊക്കെ ഡ്രസ്സിലാണ് മുക്കേണ്ടത് വെച്ചെങ്കിൽ ഒരുമിച്ച് തന്നെ മുക്കി എടുക്കാം കേട്ടോ. നമുക്ക് അതാണ് കൂടുതൽ ലാഭം ഉണ്ടാവുക. അതായത് ഈ ഒരു തരി ഭാഗത്ത് മുക്കിയിട്ട് പിന്നെ ആ ഒരു കളറ് നമ്മൾ കളയണ്ടേ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് പിന്നീട് നമ്മൾ ഈ ഒരു സാരിയൊക്കെ ഉണങ്ങി വന്നതിന് ശേഷം നല്ല ഭംഗിയുണ്ടായിരുന്നു കാണാനായിട്ട്. എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. അപ്പോൾ സാരിയൊക്കെ ഉണങ്ങിയതിന് ശേഷം ഞാൻ ഒന്നും കൂടി ഒന്ന് വെള്ളത്തിൽ ഊരി പിഴിഞ്ഞിട്ടിട്ട് ഒന്ന് ഉണക്കിയതിന് ശേഷമാണ് കേട്ടോ ഞാൻ യൂസ് ചെയ്തത്. അപ്പോൾ എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. അധികം ഒന്നും വൃത്തികേടൊന്നും ആയിട്ടുണ്ടായിരുന്നില്ല. ഈ ഒരു കളറ് മാത്രമാണ് നമുക്ക് പാളി പോയിട്ടുണ്ടായിരുന്നത് കേട്ടോ. അപ്പോൾ ഞാനിതിന് മുൻപ് ഒരു വീഡിയോയിൽ ഈ ഒരു സാരി കൊടുത്തിട്ട് അമ്പലത്തേക്ക് പോണ ഭാഗങ്ങളൊക്കെ കാണിച്ചു. നമ്മുടെ സാരിയുടെ ഫൈനൽ റിസൾട്ട് ലാസ്റ്റ് കൊടുത്തിട്ടുണ്ട്, ഒന്ന് കണ്ടു. ഇതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ വിശേഷങ്ങൾ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം.